ആളെ അറിയും. ഇളയ കുട്ടിയുടെ ഡെലിവറി ഇവിടെയായിരുന്നു. അതൊരു 5-6 കൊല്ലം മുമ്പാ. എന്നാലും ഇവൻ ആളിത്തിരി നൊട്ടോറിയസ് ആയതുകൊണ്ട് ഓർമ്മയുണ്ട്. പക്ഷെ ഇവന്റെ മുഖത്ത് കാണുന്ന മുറിവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തതല്ല. അന്ന് ഇവന്റെ ഭാര്യയുടെ ഡെലിവറി കഴിഞ്ഞപ്പോ എന്തോ ചില ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടായതാ. നോട്ടം പോരാന്ന് പറഞ്ഞ് ഇവനൊരു നഴ്സിനെ കയറി കൈവച്ചു. ഞങ്ങളപ്പോ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇവിടെ ഈ വഴിക്ക് കയറിയിട്ടില്ല. തിരക്ക് കഴിയുമ്പോൾ ഡോക്ടർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുതരും. അത് എഴുതിയെടുത്തിട്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചോണം. താങ്ക് യു. കിട്ടിയടാ സർ. ഒരു വിജയനാണ് റേഞ്ച് ഇൻചാർജ്. ഇപ്പൊ തന്നെ കാണാമെന്ന് പറഞ്ഞു. സർ. വിട്ടോ സൂക്ഷിച്ച്. സാധാരണ ഈ ജോസിനെ പോലുള്ളവന്മാർക്ക് ഫോറസ്റ്റിന്റെയും പോലീസിന്റെയും ഒക്കെ സപ്പോർട്ട് അപ്പുറമാണ് സാർ. ബോർഡറിനപ്പുറം തമിഴ്നാട്ടില് അവർക്ക് വനത്തിൽ നിന്ന് ചരക്കെടുക്കാൻ അതല്ലയോ സാർ സേഫ്. ഇവിടെ നിന്നൊന്നുകിൽ ടോപ്പ് സ്റ്റേഷൻ കട്ട് ചെയ്ത് സേതുപാർവതിപുരം അല്ലെങ്കിൽ എല്ലപ്പെട്ടി, അതുമല്ലെങ്കിൽ കൂടുതൽ ബന്ധപ്പെട്ട് ബോഡിമേട്ട് വഴി ബോർഡർ ക്രോസ് ചെയ്ത് പന്നിയാർ പൂപ്പാറ സേനാപതി വഴി ഫോറസ്റ്റ് റോഡിൽ രാജാക്കാട്. അതാണ് ജോസിന്റെ സ്ഥിരം റൂട്ട് മുമ്പൊക്കെ, അല്ലേ മിസ്റ്റർ വിജയൻ? സർ. പക്ഷേ അടുത്ത കാലത്ത് ശത്രുക്കളുടെ ഒറ്റ ഭയന്ന് ജോസ് റൂട്ടൊന്ന് മാറ്റി. ഡാം ചുറ്റി ദാ ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അധികമാരും പോകാത്ത കാട്ടുവഴി ബോഡി 4th സെക്ടറിൽ എല്ലപ്പെട്ടി. സർ. ഇവിടെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഡ്യൂട്ടി ചെയ്തവരുടെ ലിസ്റ്റ് എനിക്ക് വേണം. അയ്യോ സാർ, അത് പേര്, ഫോൺ നമ്പറുകൾ, ഡ്യൂട്ടി ചെയ്ത ദിവസങ്ങൾ വിത്ത് ഓൾ ഡീറ്റെയിൽസ്. സർ. ഇന്ന് തന്നെ. എന്നിട്ട് എന്തായടാ പോയിട്ട് ഡിഗ് ചെയ്തോ ജോസിന്റെ ബാക്ക്ഗ്രൗണ്ട്സ്? കൊച്ചിയിൽ ജോസ് താമസിച്ചിരുന്ന ലോഡ്ജിലെ മാനേജറുടെ മറ്റ് സ്റ്റാഫിന്റെ മൊഴികൾ വിശ്വസിച്ചാൽ കഴിഞ്ഞ 17 വർഷമായിട്ട് അവർ ജോസിനെ അറിയുന്നത് കാടമ ബ്രോക്കറായിട്ടാണ്. മാസത്തിൽ ഒരു തവണ കൊച്ചിയിൽ വന്നു പോകുന്ന സാധാ മലഞ്ചരക്ക് ദല്ലാൾ. നിത്യവും വൈകിട്ട് ഒറ്റയ്ക്കിരുന്നൊരു ഫുൾ ബോട്ടിൽ വായിച്ചു തീർക്കുന്ന 1-ാം തരം ഒറ്റയാണ്. കാണാൻ വരവുപോക്കളില്ല, ഹാബിച്വൽ ലോണർ. സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു. കമ്പക്കലിലോ കോവിലൂരോ അന്വേഷിച്ചാൽ ഹൈറേഞ്ചിലേക്ക് സീസൺ തോറും കോടികൾ പമ്പ് ചെയ്യുന്ന പേരറിയാത്ത ഏതോ ഗഞ്ചാ പ്ലാന്റേഴ്സിന്റെ ബിനാമി, അഥവാ വെടിക്കോഴി. പക്ഷേ കമ്പളികണ്ഠൻ ജോസ് എന്ന പാവം കൈവഴി ചെക്ക് പോസ്റ്റുകൾ കടന്നൊഴുകി അവസാനിച്ചത് കൊച്ചിയിൽ ഏത് മഹാസമുദ്രത്തിലേക്കെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല സാർ, ഒരാൾക്കും. അപ്പൊ പിന്നെ ജോസിന്റെ ഗോഡ് ഫാദേഴ്സ് ആരെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ കെൽപ്പുള്ള ഒരേ ഒരാളേ ഉള്ളൂ സാർ, എന്റെയും നിങ്ങളുടെയും അറിവ്. മുഖ്യം കുട്ടും മുട്ടക്കറി, 2 കോഴിപ്പിടി, 1 ഓറഞ്ച് ജ്യൂസ് നീ എടുത്തു വെച്ചോ, ഞാൻ താഴ്ത്തി. എടാ തോമസ് ആനിലേക്ക് ഒരു പരാതിയുണ്ട്, നീ ഇവനോടൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ല എന്താ നീ നമ്മുടെ ഫോറസ്റ്റുകാരെ പേടിപ്പിച്ചു എന്ന് കേട്ടല്ലോ. സാർ സമൺ ചെയ്തിട്ടുണ്ട്. ജോസിന്റെ ഫാമിലി അവർക്കൊന്നുമില്ലടാ പറയാൻ. സാർ ഞാൻ ചെന്ന് കാണുമ്പോൾ അവരാകെ ഷാറ്റഡ് ആണ്. ഒന്നും ചോദിച്ചില്ല, ഓഫീസിലേക്ക് വരാൻ വിളിപ്പിച്ചിട്ടുണ്ട്. CI ജലപാലൻ സാർ മിസ്സിംഗ്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി സാർ. വൈകിട്ട് ക്ലബില് വട്ടായോ? CI ജലപാലം വിളിച്ചിരുന്നു. 5 മണിക്ക് ഓഫീസേഴ്സ് ക്ലബിൽ വെയിറ്റ് ചെയ്യുമെന്ന്. ഇരുന്നാലേ ആ നാറി വന്ന് കയറി ജോയ്ക്ക് ചുമ്മാ കുരുപൊട്ടും. അളിയൻ പിന്നെ മറ്റോമാരെ സ്പിരിറ്റിന്റെ ബാക്കി തീർത്തിട്ടില്ലേ? തീർപ്പിച്ചോളാവേ, അളിയൻ ചെല്ലേ. ആ നാരി വരുമ്പോ പിടിച്ചിരുത്തി ഒരെണ്ണം ഒഴിച്ചോട്, ഞാനൊന്ന് പേടിപ്പിച്ചേച്ചും വരാം. ഹലോ. പിന്നെ എനിക്കോ കാര്യം വരില്ല. എന്നൊരു പുള്ളി ഞൊട്ടുകയല്ല. CM എടുത്തോളാ, ഒന്ന് കൊടുത്തേ. ഹലോ ജലപാലൻ, ഓർമ്മയുണ്ടോ? ഒരിക്കൽ നമ്മളൊന്ന് കൂടിയിട്ടുണ്ട്, ഒരു 4 കൊല്ലം മുമ്പ്. അങ്ങ് തൃശ്ശൂരില് നമ്മൾ ഓഫീസിൽ സ്റ്റേറ്റ് മീറ്റ് കിടക്കുമ്പോ കാസിനോവില്. അത് പിന്നെ നമ്മള് 2 പേരും സർക്കിളാ. തൃശ്ശൂർ സ്റ്റേറ്റ് മീറ്റ് നടക്കുമ്പോൾ ഞാൻ സസ്പെൻഷനില്ല, പങ്കെടുത്തിട്ടില്ല. അയ്യോ, അപ്പൊ പിന്നെ നമ്മള് കണ്ടിട്ടില്ല. കറക്റ്റ്. എന്നാ പിന്നെ നമ്മളൊരു ബാച്ചാ. ഞാൻ പിന്നെ കണ്ട ഐജിനും മറ്റേ ഒന്നും കാലിലും കോപ്പയിലും ഒന്നും പിടിക്കാൻ പോവാത്തവരാ. അതുകൊണ്ട് AC ആയില്ല. എങ്ങനെ ഒന്ന് ഒഴിക്കട്ടെ. പിന്നെ ഈ ജോസിന്റെ കേസ് അതറിയാൻ ആശാൻ എന്നെ വിളിപ്പിച്ചെങ്കില് അവനെ അറിയും, കണ്ടിട്ടുണ്ട്. എങ്ങനെ
ഓണം, വിഷു, ക്രിസ്മസ്, പള്ളിപ്പെരുന്നാള്, തിരുവാതിര അവന്റെ ഇന്ന് കീർത്തി അക്രവും വാങ്ങിച്ചിട്ടുണ്ട്. ആ പിന്നെ അവൻ ചത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ചിലപ്പോ അല്ല അന്വേഷിച്ചിട്ടില്ല, അന്വേഷിക്കാനോട്ട് ഉദ്ദേശവും ഇല്ല. പിന്നെ ആചാരേ ഈ ജോസിന്റെ ഇടപാടെ തമിഴന്മാരുമായിട്ടായിരുന്നു. തീർത്തത് അവര് തന്നെ, തർക്കത്തില് സാക്ഷാൽ ബെൽറ്റ് ബോംബിന്റെ ആൾക്കാര്, പുലികള്. പൊന്നാളിയ ഐറ്റന്റ് കമ്മീഷണറാന്നോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാന്നോ ഒരു നോട്ടോ ഇല്ലാത്തവന്മാരാ, ആച്ചിക്കളയും. അതുകൊണ്ട് അളിയനൊരു കാര്യം ചെയ്യും, ഞാൻ ഈ കാട്ടുമൂലന്ന് ഇല്ലാത്ത കാശിന് ഡീസൽ ഒഴിച്ചോണ്ട് ഇവിടെ വരെ വന്നതേ ഇത് പറയാനാ. അളിയൻ അന്വേഷിച്ചു, തെളിവൊന്നും ഇല്ലാന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി കൊടുക്ക. പാട്ടം മടക്കിക്കള, ഡേഞ്ചറാ. ശരി, അപ്പൊ കാണാം. താങ്ക്സ്. ആശാനെ, ഞാൻ അന്വേഷിച്ചിടത്തോളം വീട്ടിൽ നല്ല കിളി പോലൊരു ഭാര്യയും ആവുന്നില്ലാത്തൊരു ചെക്കനും. അളിയനീ വേണ്ടാത്ര തെക്കറി ചോറിഞ്ഞിട്ട് അവന്മാരും വല്ല വണ്ടി ഓടിച്ച് നെഞ്ചത്ത് കയറ്റി തീർത്ത് കളഞ്ഞാലേ പിന്നെ ഭാര്യയും കൊച്ചിനെയും പണിയാക്കല്ലേ പൊന്നെ. വിടാൻ പോണം. ഇവനിതെന്തോട് മൃഗമാണോ? അല്ല, നരി. ഞാന് പെൻഷൻ പറ്റുന്ന കൊല്ലം പട്ടോളയിലെ ഏസി ആയിട്ടിരിക്കുമ്പോ കമ്പസിറ്റിയില് ഒരു റാക്ക് കച്ചവടക്കാരൻ, പട്ടുവല്ലും മൂന്നും ഒക്കെ ഇട്ട് മധുരക്കാരൻ, ഒരു സേവന, ഒരാളാറടി പൊക്കം, 300 തൂക്കം, അജാന ബാഹു, ഇങ്ങനെ തഞ്ചാവൂരെങ്ങാണ്ടുണ്ടൊരു ഡാൻസ് കളിക്കാരൻ. ഒരു അവിടെ പേരിൽ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞോ കൊടുക്കും. ഇങ്ങനെ 5 പേരിലും പതിച്ച ഒരു വീക്ക നിന്ന് നിലയ്ക്ക് അവൻ ടൂർ അവന്റെ വൈദ്യുതി ഒഴിച്ചു. അല്ല, ചില സ്ഥാനങ്ങൾ അങ്ങനെയാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ നൂല് വാശിക്ക് ചോര വാഴുന്നത് ഒരു ലക്ഷണമാണ്. ഇച്ചിരി പഞ്ഞിട്ടുണ്ട് കൂടെ അല്ല. നീ ഭദ്രയോട് സംസാരി. ബാലു ഇവിടെയുണ്ട് രണ്ടുപേരും, ഞാൻ വിളിച്ചോളാം. എന്താ പറഞ്ഞു കേൾപ്പിച്ചോ? പഴയ തഞ്ചാവൂർ ഒരു നിമി. നല്ല കയ്യൂക്ക്, നല്ല കായബലം, നല്ല ബുദ്ധി, നല്ല തണ്ടല്, നല്ല തന്തയ്ക്ക് പിറവി, ശത്രുസ്ഥാനത്ത് നിർത്താൻ പറ്റിയ വിത്തുഗുണമുണ്ട് നരിക്ക്. നല്ല പേരും. ഇഷ്ടമല്ലേ നരിയെ? ഏയ് അതല്ല, കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ നമുക്ക് ഈ കണ്ട നാലുകളായിട്ടൊന്ന് സ്ട്രീറ്റിൽ കിടന്ന് ഫൈറ്റ് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അത് അന്തസ്. നിന്റെ തന്ത വലിയ മൈസ്ട്രേറ്റ് ആയിരുന്നല്ലോ. മാന്യത കാണിക്കാം മരിച്ചു കിടക്കുമ്പോ. ജോസിന്റെ ഭാര്യ വത്സമ്മ. അതെ. ജോസുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകളിൽ വത്സമ്മയ്ക്ക് നേരിട്ട് അറിയാമെന്ന് പറയാൻ അതൊരൊറ്റയാൾ മാത്രമാണ്, അപ്പിച്ചായി. ഒരിക്കലും ഉപദ്രവിച്ചിട്ടുണ്ട് അവളെ. അതൊരുപാട് കൊല്ലം മുമ്പാ ജോസവളെ കെട്ടിക്കൊണ്ട് വന്ന കാലത്ത്. വന്ന കാലത്തല്ല, വന്ന അന്ന്, ആ ദിവസം. വത്സമ്മ വത്സമ ഒന്നും പറയല, ഒരാളുടെ പേരും പറയല. ഇവൻ നേരിട്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാല് പിന്നെ അവളുടെ കൺമുമ്പിലിട്ട പെമ്പിള്ളേരെ ഏതോ ഒരു നരേന്ദ്രൻ വന്ന് നീട്ടെഴുതി തന്നപ്പോ എന്നോട് അനുവാദം വാങ്ങാതെ അങ്ങോട്ട് ചെന്ന് എരന്ന് വാങ്ങിച്ചതിന് എന്റെ കൈ പൊള്ളി. നിന്റെ ബുദ്ധി നരേന്ദ്രനെ അങ്ങോട്ട് ചെന്ന് കണ്ട് മുൻകൂർ പേടിപ്പിക്കാൻ. സേതു, ശരീരം മാത്രമേ വിലക്കെടുക്കാറുള്ളൂ, മസിലായിട്ടും മാംസമായിട്ടും. ബുദ്ധി വിലയ്ക്ക് വാങ്ങാറില്ല പുറത്തുനിന്ന് ഒരുത്തനോടും.
നിന്റെ ചെറുനെല്ലിക്കാൻ മുഴുപ്പുള്ള ബുദ്ധി കൊണ്ട് സംരക്ഷിക്കാൻ നോക്കിയാല് അതിലടങ്ങില്ല. അത്രയ്ക്ക് വലുതാടാ സേതുവിന്റെ സാമ്രാജ്യം. എന്നല്ലേ താച്ച? അയ്യ, ഞാൻ രാജാക്കാട് ചെല്ലപ്പ. ആര്? രാജാക്കാട് ചെല്ലപ്പ. രാജാക്കാട് ചെല്ലപ്പ, ഞാൻ താൻ സാർ. എക്സ് മെമ്പർ ഓഫ് പഞ്ചായത്ത്, രാജാക്കാട്, ഇടുക്കി. ഞാൻ താൻ സാർ. ടാക്സി ഡ്രൈവേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ്, രാജാക്കാട്. ഞാൻ താൻ സാർ. പ്രസിഡന്റ് തിരൈപ്പട ഫാൻസ് കൂട്ടണി. ഞാൻ താൻ സാർ. എല്ലാമേ ഞാൻ താൻ. ഒന്ന് ഹോൾഡ് ചെയ്തോണേ സാർ. ഇതേതാടോ ഈ സാധനം? ഇങ്ങോട്ട് മാറിക്കണോ സാർ? ഇതാ ജോസിന്റെ ഭാര്യയും കൊച്ചുങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്ന ആളാ വാ. സാർ. ഇദ്ദേഹം ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ ചെല്ലുവന്നു. ഇല്ല. ഇരിക്കാൻ പറയായിരുന്നില്ലടാ. സർ പറഞ്ഞതാണ്. ഇരിക്കെ. വേണ്ട സർ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. സെക്ഷൻ ഇരുത്തിയിട്ട് സാഹത്തിലൂടെ കുട്ടികൾ കുടിക്കാൻ എന്തെങ്കിലും വരുത്തിച്ചു കൊടുക്കാൻ പറയും. ചായയോ ജ്യൂസോ. സർ. ചെല്ല്. എടാ കുറുപ്പിനോട് ആ സാധനങ്ങള്. ജോസിന്റെ. സർ വരൂ. ചെല്ല്. ഇയാളാരാ? ബന്ധുവാണോ? ആമാ സാർ, ഞാൻ താൻ. അതെ സർ, എന്റെ ചേച്ചിയുടെ. 1.5 കൊല്ലം അംഗൻവാടിയിൽ ടീച്ചറായിട്ട് ജോലി നോക്കിയിട്ടുണ്ട് വത്സമ്മ, മാട്ടുപ്പെട്ടിയിൽ. പിന്നീട് ജോസായിട്ടത് നിർത്തിച്ചു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് 17ാമത്തെ വർഷം. അതെ. ജോസിന്റെ ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു? അറിയാമായിരുന്നോ വത്സമ്മയ്ക്ക്? ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു സർ. പിന്നെയാ. പിന്നെ അറിഞ്ഞപ്പോ വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടുണ്ട് സർ. ആരൊക്കെയായിട്ടായിരുന്നു ഇടപാടുകൾ അറിയാമോ? ഇല്ല. ജോസ് എങ്ങനെയാ ഉപദ്രവിക്കുമായിരുന്നു? ജോസിന്റെ ബോഡി സോറി, അവസാനമായിട്ട് ജോസ് വീട്ടിൽ നിന്ന് വരുമ്പോ മുഖത്തൊരു മുറിപ്പാടുണ്ടായിരുന്നു. മുറിഞ്ഞിട്ട് സ്റ്റിച്ചിട്ട്. ஆமா சார், கொண்டாடுங்க. போறதுக்கு முன்னாடி நைட்டில ஜோஸ் நல்லா சாப்பிட்டு இருந்தது. ஜீப்பில் இறங்க போ மூஞ்சி அடிச்சு விழுந்தாச்சு வீட்டுக்கு முன்னாடி. എന്നിട്ട് മുറിവ് എവിടാ സ്റ്റിച്ചിട്ടത്? സെയിന്റ് സെബാസ്റ്റ്യൻസ് ഹോസ്പിറ്റൽ. ஆமா சார், நீங்க சொன்னது கரெக்ட். ആ സാർ. ലോഡ്ജിൽ നിന്ന് കിട്ടിയതാ ജോസിന്റെ സാധനങ്ങൾ. ബോധിച്ചൊന്ന് റെസീറ്റ് കൊടുത്തേക്കൾ. ഇവരെ കുട്ടികളിലേക്ക് നിർത്തി കൊണ്ടു. സാർ വരൂ. அழாதோ அழாதே, நான் இருக்கலையா ചെല്ലപ്പാ. சார்? നീ എങ്ക നില്ലപ്പാ. சார், நீ போமா, நான் வர்றேன். சொல்லு. கடவுளே, பாவம். ரொம்ப கஷ்டம் சார் அவளோட லைஃப். நான் ஒருத்தர் மட்டும் தான் உதவி, வேற யாருமே இல்லை. சார், ஒரு சின்ன ரெக்வெஸ்ட். என்ன சார், பாவம் பொண்ணு. அந்த மூத்த பொண்ணுக்கு பருவ பிராயம் 15 வயசு. വല്ലാത്ത കാലമല്ലേ സാർ? കാട്ടുമുക്കിൽ ഒറ്റയ്ക്ക് കിടന്ന് വല്ലതും സംഭവിച്ചു പോയാൽ പുള്ളകളെ കൂട്ടി എന്റെ വീട്ടിൽ വന്നിരിക്കാൻ സാറായിട്ട് പറയണം അവളോട്. സാറ് പറഞ്ഞ അവള് കേൾക്കും. ഞാൻ അവളെയും മോളെയും എന്റെ സ്വന്തം ഭാര്യ പോലെ നോക്കും. മോനെ, നിനക്ക് ഞാൻ മറ്റേ മാമാപ്പണി കൂടെ ചെയ്തല്ല. അച്ഛനെ മാറ്റിനോടാ നീ ആരോടെങ്കിലും മഴ പറഞ്ഞ് പേടിപ്പിക്കാൻ. കള്ളം പറയാൻ ഉണ്ടെന്നങ്ങനെ അറിഞ്ഞ കൊന്നളെ ഞാൻ. അടിച്ചാച്ച് രാജാക്കാട് ചെല്ലപ്പ ഒരു തോക്കെടുത്ത് നെഞ്ചത്തോട്ട് കുത്തിയ പേടിക്കൊന്ന് നോക്കിയതാ. പുറമേ കാണുന്നതിനോ അല്ല, പോടനല്ല, ട്രെയിൽ ഹെം. സർ